ഓക്കെ, ഇതിന് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് ഒരു ലൊക്കേഷൻ്റെ പറഞ്ഞു തന്നത് ഞാൻ. ഇത് ഇപ്പോൾ എങ്ങനെയാണ് ആഡ് സബ്ട്രാക്ട് ചെയ്യുക, എങ്ങനെ ആങ്കർ പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യുക, അതിനെ ഒന്നും കൂടി സ്പീഡായിട്ട് പറഞ്ഞുതരാം. എഡിറ്റ് ടൂൾ എടുത്തിട്ട് അതിന് ഷിഫ്റ്റ് പിടിച്ച് വരയ്ക്കണു. വരച്ച ശേഷം പാത്ത് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഞാൻ ആൾട്ട് പിടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണതിന് പകരം ഞാൻ കൺട്രോൾ സി കൺട്രോൾ ബി അടിക്കണം. കാരണം കൺട്രോൾ ജെ അടിച്ചാൽ നടക്കില്ല. കൺട്രോൾ ജെ പറഞ്ഞാൽ ലെയറാണ് ഡ്യൂപ്ലിക്കേറ്റ് ആവുന്നത്. നമുക്ക് കൺട്രോൾ സി കൺട്രോൾ ബി അടിച്ചാലേ അവിടെ തന്നെ ഒരു ഷേപ്പും കൂടി ക്രിയേറ്റ് ആവുള്ളൂ. കൺട്രോൾ സി അടിക്കണം, കൺട്രോൾ ബി അടിക്കണം. അപ്പോൾ ആൾറെഡി ഉള്ള സർക്കിളിൻ്റെ മുകളിൽ തന്നെ ഒരു സർക്കിളും കൂടി ആഡായി. ഇനി കൺട്രോൾ ടി അടിക്കണു. കൺട്രോൾ ടി അടിച്ചപ്പോൾ ട്രാൻസ്ഫോം വന്നു. ആ ഒരു കോർണറിൽ പിടിച്ചിട്ട് ചെറുതാക്കണം. ചെറുതാക്കേണ്ടതിൽ കൂടെ ആൾട്ടും ഷിഫ്റ്റും പിടിക്കണം. ഷിഫ്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതാവുള്ളൂ. ആൾട്ടും കൂടി പിടിച്ച് കഴിഞ്ഞാൽ സെൻറ്റർ പോയിന്റ് ഈക്വൽ ആയിട്ട് ചെറുതാവും. ആൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്ത് ഏകദേശം ചെറുതാക്കി വെക്കണു. എന്നിട്ട് മൗസ് വിടുന്നു, എന്നിട്ട് ഷിഫ്റ്റ് ആൾട്ട് വിടുന്നു. എന്നിട്ട് അവിടുത്തെ മുകളിലത്തെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തു, അപ്ലൈ ആയി. ഇനി രണ്ടാമത് വരച്ച ആ സർക്കിളിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സബ്ട്രാക്ട് കൊടുത്തു. ഓക്കെ, സബ്ട്രാക്ട് കൊടുത്തപ്പോൾ എന്തായി? അവിടെ കളറ് നമുക്ക് ഹൈഡായി പോയി. നമുക്ക് ഇതേപോലെ എക്സ്ട്രൂഡ് കൊടുത്താലും സെയിം തന്നെയാണ്. സബ്ട്രാക്ട് ഇന്റർസെക്ട് കൊടുത്താൽ എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കേട്ടാ, എക്സ്ട്രൂഡ് കൊടുത്താലും സബ്ട്രാക്ട് കൊടുത്താലും നമുക്ക് സെയിം തന്നെയാണ്. എന്നിട്ട് അടുത്ത ഈ വെളിയിലുള്ള പുറത്തുള്ള സർക്കിളിന് ആങ്കർ പോയിന്റ് സെലക്ട് ചെയ്യുക. അതിനെന്ത് ചെയ്യണം? ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് താഴത്തെ ആങ്കർ പോയിന്റ് മാത്രം സെലക്ട് ചെയ്തിട്ട് താഴോട്ട് പതുക്കെ വലിക്കണം. കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങാതിരിക്കാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തു. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് കറക്റ്റ് താഴെ വന്നിട്ട് മൗസ് വിട്ട ശേഷം ഷിഫ്റ്റ് വിടുക. എന്നിട്ട് അതിനെ ഷാർപ്പാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് പോയിന്റ് ടൂൾ എടുത്തിട്ട് ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ എന്തായി? ലൊക്കേഷൻ മാർക്കായി. ഇപ്പം ഞാൻ പാത്ത് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് എനിക്ക് ലൊക്കേഷൻ മാർക്കും സർക്കിളും ഇൻഡിവിജ്വലായിട്ട് നീക്കാൻ പറ്റും. അത് നീക്കാതെ ലോക്ക് ആക്കണം. നമുക്ക് ഫിക്സ് ആക്കി വെക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ കമ്പൈൻ കൊടുത്തു. ഓക്കെ, കമ്പൈൻ കൊടുത്തപ്പോൾ മെർജായി. ഓക്കെ, ഇനി മെർജായ ഈ ലൊക്കേഷൻ ഐക്കണ് നമുക്ക് വീണ്ടും ഓരോ വർക്കിനും വീണ്ടും വീണ്ടും വരയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കണം. അതിന് എന്ത് ചെയ്യുക? നമുക്ക് ഡിഫൈൻ കസ്റ്റം ഷേപ്പ് എഡിറ്റിൽ പോവാ. ഡിഫൈൻ കസ്റ്റം ഷേപ്പ് ഉണ്ടാവും ഇവിടെ. ഈ ഡിഫൈൻ കസ്റ്റം ഷേപ്പ് കാണണമെങ്കിൽ നമ്മൾ ഈ ഷേപ്പിനെ പാത്ത് സെലക്ഷൻ ടൂളിൽ ഇതങ്ങനെ സെലക്ട് ചെയ്തിരിക്കണം. സെലക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡിഫൈൻ കസ്റ്റം ഷേപ്പ് ഇത് ഹൈഡായിട്ടായിരിക്കും കാണുക. സെലക്ട് ചെയ്താലേ നമുക്കത് കാണും. ഇനി അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ഒരു വിൻഡോ വരും. കണ്ട, ഈ വിൻഡോയിൽ നിങ്ങൾ എന്ത് പേര് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ലൊക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ലൊക്കേഷൻ കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവും. സേവ് ആയത് എവിടെ കിട്ടുക പറഞ്ഞാൽ നമ്മൾ കസ്റ്റം, ഞാൻ ആൾറെഡി ഇത് സേവ് ചെയ്ത കാരണം ഞാൻ സേവ് ചെയ്തില്ല, ക്യാൻസൽ അടിച്ചു. ഓക്കെ കൊടുത്താൽ സേവ് ആയിട്ടുണ്ടാവും. ഈ ഷേപ്പിൽ തന്നെ ലാസ്റ്റ് കസ്റ്റം ഷേപ്പ് പോയി കഴിഞ്ഞാൽ നിറയെ കസ്റ്റം ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. കേട്ടോ, ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത പുതിയ ഫോട്ടോഷോപ്പിൽ, അതായത് പുതിയ വേർഷൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. CS3 ചില ചെറിയ ഐക്കൺ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് കിട്ടണമെങ്കിൽ ഇവിടെ ചെറുതായി കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആൾ എന്നുള്ളതിന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടും. ഇപ്പം ഞാൻ അതിൽ ആൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാം കിട്ടുകയാണ്. ചില ഫ്രഷ് ആയ സോഫ്റ്റ്വെയറിൽ ചിലപ്പോൾ ചെറുതായിട്ട് ഉണ്ടാവുള്ളൂ, ആനിമൽസോ ഏതെങ്കിലും മാത്രം ഉണ്ടാവുള്ളൂ. എല്ലാം കിട്ടണമെങ്കിൽ ആളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഐക്കൺസ് ഉണ്ടോ എല്ലാം കാണും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലൊക്കേഷൻ വന്നിട്ട് എവിടെ കാണുന്നത്? കണ്ട, ഏറ്റവും താഴെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും കിട്ടുക. എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം വരച്ച് കഴിഞ്ഞാൽ മതി. ഷിഫ്റ്റ് പിടിച്ച് വരച്ചാൽ ഉണ്ടാവും. ഇനി വീണ്ടും നമ്മൾ പഴയ പോലെ ഓരോന്നായി വരക്കേണ്ട ആവശ്യമില്ല. വെറുതെ ക്ലിക്ക് ചെയ്യുക, വരക്കുക. ഓക്കെ, ഇനി അടുത്ത ഇതിൽ ഒരു ഇത് കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ആൾറെഡി ഇതിലൊരു കോൺടാക്ട് അയക്കുന്നുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇതിലെ കോൾ എന്നുള്ള നമ്പർ ഉണ്ട്. ഇതാണ്ടാ, ഈ കോൾ നമ്പർ സർക്കിളിലേക്ക് കൊണ്ടുവരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ആ ഷേപ്പിൽ വരയ്ക്കുക. ഷിഫ്റ്റ് പിടിച്ച് കറക്റ്റായിട്ട് വരച്ചു. ഇപ്പം ഇതിൽ ആൾറെഡി സ്ക്വയറിലാണ് കിടക്കണത്. നമുക്കത് സർക്കിളിലാക്കണം. സർക്കിളിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അതിലെ സർക്കിൾ ഒഴിവാക്കണം. ഒഴിവാക്കാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഇപ്പം നിങ്ങളുടെ പറഞ്ഞ മെത്തേഡ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഡിലീറ്റ് ആങ്കർ പോയിന്റ്. ഡിലീറ്റ് ആങ്കർ പോയിന്റ് സെലക്ട് ചെയ്യുക. ഈ ഷേപ്പ്, ഈ സ്ക്വയർ എവിടെയൊക്കെ വരുന്നുണ്ടോ ഈ സ്ക്വയറായിട്ട് ബന്ധപ്പെട്ടുള്ള ആങ്കർ പോയിന്റ് ഒക്കെ ഡിലീറ്റ് ചെയ്യുക.
കണ്ട ഈ കാണുന്ന 1 2 3 4 5 6 7 8 ഈ കോർണറുള്ള ആങ്കർ പോയിന്റ് ഇല്ല, ഇവിടെ കളയാൻ പാടില്ല. ഇതെന്തിനാണ്? ആ റിസീവറിന്റെ ഐക്കണിന്റെ ആങ്കർ പോയിന്റ് ആണ്. നമുക്ക് ഇതിലെ 8 ആങ്കർ പോയിന്റ് കറക്റ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വന്നു. വേറൊരു മെത്തേഡ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ അത് കൂടി പറഞ്ഞുതരാം. ഇതേപോലെ റിസീവർ ഈ ഐക്കണ് വരയ്ക്കുക. വരച്ച ശേഷം ഇതിലെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുക. എന്നിട്ട് ഇതെങ്ങനെ റിസീവറിന്റെ ഭാഗം മാത്രം ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഇപ്പം എന്തായി? റിസീവറിന്റെ ആങ്കർ പോയിന്റ് ഒക്കെ ബ്ലാക്ക് ആയി, സ്ക്വയറിന്റെ ബ്ലാക്ക് അല്ല. അപ്പോൾ എന്നിട്ട് ഈ റിസീവറിനെ മാത്രം ഷിഫ്റ്റ് പിടിച്ചിട്ട് പുറത്താക്കി. എന്തായി? റിസീവർ വേറെ, ബോക്സ് വേറെ, സെപ്പറേറ്റ് ആയില്ലേ? ഇനി ഈ ബോക്സിന്റെ ആങ്കർ പോയിന്റ് ഒക്കെ ഡയറക്റ്റ് സെലക്ഷൻ ടൂളിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇങ്ങനെയും നമുക്ക് റിമൂവ് ചെയ്യാം. 2 മെത്തേഡ് ഉണ്ട്, രണ്ടും പറഞ്ഞു തന്നു. ഇനി ഇതിന് സർക്കിളിലാക്കണം. കണ്ട, റിസീവർ കിട്ടി. ഇനി ഇതിന് സർക്കിളിലാക്കണ മെത്തേഡ് വന്നിട്ട് എന്താണ് ചെയ്യുക? ഒരു സർക്കിളിന്റെ ഷേപ്പ് വരിക. സർക്കിള് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുള്ളൂ, പോളിഗണോ ഏത് വേണമെങ്കിലും ആക്കാം. സർക്കിളിന് ഞാൻ പുതിയൊരു ഷേപ്പിൽ വരയ്ക്കണം. ഷിഫ്റ്റ് പിടിച്ചിട്ട് വരച്ചു. ഓക്കെ, ഇപ്പൊ ഈ സർക്കിളും ഈ റിസീവറും രണ്ടും ഡിഫറെന്റ് ലെയറിലാണ്. ഇത് വേണ്ട, ഇത് ഡിലീറ്റ് ചെയ്തു. അതായത് ഈ സർക്കിള് ഈ ലെയറിലാണ്, റിസീവർ താഴത്തെ ലെയറാണ്. ഈ രണ്ടും ഒരേ ലെയറിലേക്ക് വരണം. അതിനെന്ത് ചെയ്യണം? ഈ റിസീവറിനെ ഞാൻ പാത്ത് സെലക്ഷൻ ടൂൾ എടുത്ത് സെലക്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് Ctrl+X കട്ട് ചെയ്തെടുക്കാൻ. Ctrl+X അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മെസ്സേജ് വരും. അതായത് ആ ലെയർ ഡിലീറ്റ് ആയി പോണോ വേണ്ടേ ചോദിക്കണം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. നമുക്ക് ആവശ്യം അത് തന്നെയാണ്. ഓക്കെ കൊടുത്തപ്പോൾ ആ റിസീവറിന്റെ ലെയർ ഡിലീറ്റ് ആയി അല്ലേ? എന്നിട്ട് സർക്കിളിലെ ലെയർ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് Ctrl+X അടിച്ചത് കട്ട് ചെയ്തിട്ടുണ്ട്, പേസ്റ്റ് ചെയ്തിട്ടില്ല. Ctrl+V അടിച്ചു കഴിഞ്ഞാൽ ആ റിസീവർ ഈ ലെയറിലേക്ക് ജമ്പ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ആ റിസീവർ കറക്റ്റായിട്ട് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാം. സർക്കിളിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് കൊണ്ടുവരണമെങ്കിൽ വേറെ വഴിയുണ്ട്. ഈ പാസ് സെലക്ഷൻ ടൂളിൽ ഡ്രാഗ് ചെയ്യുക, അങ്ങനെ സെലക്ട് ചെയ്യുക. രണ്ടും കൂടി ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുകളിൽ അലൈൻമെൻറ്റിൻ്റെ ടൂൾ വരും. അതിൽ രണ്ടാമത്തെ അലൈൻമെൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കലി സെൻറ്റർ ആവും. ഏറ്റവും ലാസ്റ്റ് നിന്ന് രണ്ടാമത്തെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കലി സെൻറ്റർ ആവും. അപ്പോൾ സെൻറ്ററിൽ നിൽക്കുന്നുണ്ട് അല്ലേ? ഇനി ഈ റിസീവറിന് മാത്രം സെലക്ട് ചെയ്യുക, അതിനെ സബ്ട്രാക്ട് കൊടുക്കുക. സബ്ട്രാക്ട് കൊടുത്തപ്പോൾ എന്തായി? കട്ടായി ആ കളർ. അപ്പോൾ എന്താ? നമുക്ക് ഐക്കൺ പോലെ ഫീൽ ചെയ്യും. ഇനി ഇതിനെ മെർജ് ചെയ്തെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കമ്പൈൻ കൊടുക്കണം. ഇനി നിങ്ങൾക്ക് വീണ്ടും ഇതേപോലെ സേവ് ചെയ്യണമെങ്കിൽ ഡിഫൈൻ കസ്റ്റം ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സർക്കിൾ നമുക്ക് കസ്റ്റം ഷേപ്പിൽ സേവ് ചെയ്യും. ഓരോ തവണയും വരക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതേപോലെ ഓരോ ഷേപ്പും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഓരോ ഐക്കൺസ് ഇല്ലേ, ഇതേപോലെ നിങ്ങൾക്ക് വരച്ച് കഴിഞ്ഞിട്ട് ഓരോ വർക്കിനും വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് പറയാം, ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. നോക്കിയാൽ കസ്റ്റം ഷേപ്പിൽ ഇത് ഉണ്ടോ നോക്കണം. ഇതിലില്ല, വേറെ ഇതിലുണ്ട്.